TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. DNA-യുടെ റെപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നുണ്ടാവുമല്ലോ. DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ വാട്സൺ ആൻഡ് ക്രിക്ക് പ്രപ്പോസ് ചെയ്യുകയും DNA-യുടെ റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് മെത്തേഡാണ് എന്ന് അവർ പ്രപ്പോസ് ചെയ്യുകയുണ്ടായി. അതിന് ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുത്തുകൊണ്ട് മാത്യു മീസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ എന്നീ രണ്ട് സയൻറ്റിസ്റ്റുമാർ DNA-യുടെ റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് മോഡ് റെപ്ലിക്കേഷൻ ആണ് എന്ന് ഈക്കോളി ബാക്ടീരിയയിൽ നടത്തിയ എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്യുകയുണ്ടായി. ഈക്കോളി ബാക്ടീരിയയുടെ DNA-യെ നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പായ N15 കൊണ്ട് ലേബൽ ചെയ്തിട്ട് ഹെവി നൈട്രജനും അതുപോലെ തന്നെ അടുത്ത ജനറേഷനിലെ ഹൈബ്രിഡ് വെറൈറ്റി DNA-യും അതുപോലെ ലൈറ്റ് ആൻഡ് ഹൈബ്രിഡ് വെറൈറ്റി DNA-യും സെൻട്രിഫ്യൂഗേഷൻ നടത്തിക്കൊണ്ട് DNA-യുടെ റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് മോഡാണ് എന്നവർ പ്രൂവ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു സയൻറ്റിസ്റ്റായ ഹെർബർട്ട് ടൈലർ അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും കൂടെ 1958 DNA-യുടെ റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് മെത്തേഡിലാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നതെന്നവർ മറ്റൊരു എക്സ്പെരിമെൻറ്റിലൂടെയും പ്രൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അവർ എക്സ്പെരിമെൻ്റ് നടത്തിയ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ബീൻസാണ്. ദാറ്റ് ഈസ് വിസിയ ഫാബ ബീൻസ് എന്നുള്ള കോമൺ നെയിമിൽ അറിയപ്പെടുന്ന വിസിയ ഫാബ അല്ലെങ്കിൽ ഫാബ ബീൻസ് എന്ന് പറയുന്ന ചെടിയിലാണ് അവർ പരീക്ഷണം നടത്തിയത്. പരീക്ഷണം നടത്താൻ വേണ്ടി ചെയ്തത് റേഡിയോ ആക്റ്റീവ് തൈമിഡീനാണ് ഉപയോഗിച്ചത്. അപ്പോൾ തൈമിൻ നമുക്കറിയാം, തൈമിൻ എന്ന് പറയുന്നത് ഒരു നൈട്രജൻ ബേസാണ്. തൈമിന് പ്ലസ് റൈബോസ് കൂടെ ചേരുമ്പോഴാണ് തൈമിഡീൻ ആകുന്നത്. ഇറ്റ് ഈസ് എ ന്യൂക്ലിയോസൈഡ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് തൈമിഡീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ തൈമിഡീന് റേഡിയോ ആക്ടിവിറ്റി കൊടുത്തുകൊണ്ട് നടത്തിയ എക്സ്പെരിമെൻറ്റിലൂടെ Taylor and colleagues once again proved that DNA replication is semi-conservative. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്കിനി ദ മെഷീനറി ആൻഡ് ദ എൻസൈംസ്, DNA റെപ്ലിക്കേഷന് സഹായിക്കുന്ന മെഷീനറിയെക്കുറിച്ചും അതിന് സഹായിക്കുന്ന എൻസൈംസിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. DNA റെപ്ലിക്കേഷന് സഹായിക്കുന്ന മെയിനായിട്ടുള്ള എൻസൈം അല്ലെങ്കിൽ DNA-യെ പോളിമറൈസേഷന് വിധേയമാക്കുന്ന എൻസൈം എന്ന് പറയുന്നത് DNA പോളിമറൈസാണ്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എൻസൈം. ദ മെയിൻ എൻസൈം ഓഫ് DNA റെപ്ലിക്കേഷൻ ഈസ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എൻസൈം. ഓർക്കുക, DNA പോളിമറൈസേഷന് സഹായിക്കുന്ന എൻസൈമാണ് DNA പോളിമറൈസ് എൻസൈം. Or otherwise, DNA dependent DNA polymerase enzyme catalyzes the polymerization of DNA or otherwise replication of DNA. ഈ ഒരു എൻസൈമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് this is one of the fastest enzyme which catalyzes the polymerization of nucleotide with the greatest accuracy. വളരെ സൂക്ഷ്മതയോടുകൂടി നടത്തേണ്ട ഒരു പ്രോസസ്സാണ് DNA പോളിമറൈസേഷൻ. നൈട്രജൻ ബേസുകൾ ക്രമീകരണം അതേപടി കോപ്പി ചെയ്ത് മറ്റൊരു സ്ട്രാൻഡിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഹെർക്കൂലിയൻ ടാസ്ക് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ റിക്വയേഴ്സ് ഗ്രേറ്റസ്റ്റ് ആക്യുറസി. വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അത് ഒരു ഡിഫക്റ്റും കൂടാതെ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA പോളിമറൈസ്. എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ ദാറ്റ് വിൽ ലീഡ്സ് ടു മ്യൂട്ടേഷന് കാരണമായിട്ടത് മാറും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൊണ്ട് അത് പറയാം. അതായത് ഈക്കോളി ബാക്ടീരിയയുടെ നമ്പർ ഓഫ് ബേസ് പെയേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 4.6 × 10⁻⁶ ബേസ് പെയേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും ബേസ് പെയേഴ്സ് ഒരു DNA-യിൽ നിന്നും കോപ്പി ചെയ്ത് മാറ്റാൻ ആവശ്യമാകുന്ന സമയം എന്ന് പറയുന്നത് വെറും 38 minutes ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് 200 ബേസ് പെയേഴ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് ആലോചിച്ച് നോക്കൂ, ഒരു സെക്കൻഡ് കൊണ്ട് 2000 ബേസ് പെയേഴ്സിനെ പുതിയ ഒരു DNA സ്ട്രാൻഡിലേക്ക്
കോപ്പി ചെയ്ത് മാറ്റുക എന്ന് പറയുന്ന അത്രയും സ്പീഡിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെ വളരെ കൃത്യതയോടുകൂടെ ചെയ്യുന്ന എൻസൈമാണ് DNA polymerase enzyme. This is one of the fastest enzyme which catalyzes the polymerization of nucleotides with the greatest accuracy. Any defect in replication leads to mutation. In E. coli, 4.6 into 10 raised to 6 base pairs completes its replication within 38 minutes. That is, average rate is 2000 base pairs per second. DNA replication എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ഹൈ എനർജി റിക്വയറിംഗ് പ്രോസസ്സാണ്. ഈ റെപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ എന്താണ് ന്യൂക്ലിയോസൈഡ് എന്നുള്ളത് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ മോളിക്യൂളാണ് ന്യൂക്ലിയോസൈഡ്. അപ്പോൾ ആ ഷുഗറിൽ റൈബോസ് ഷുഗറുമുണ്ട്, ഡിയോക്സി റൈബോസ് ഷുഗറുമുണ്ട്. അപ്പോൾ ഡിയോക്സി റൈബോസ് ഷുഗർ പ്ലസ് ബേസ് ആണ് ന്യൂക്ലിയോസൈഡ്. അപ്പോൾ അഡിനൈൻ പ്ലസ് ഡിയോക്സി റൈബോസ് ആണെങ്കിൽ അഡിനോസിൻ, ഇറ്റ് ഈസ് എ ന്യൂക്ലിയോസൈഡ്. ഗോനൈൻ പ്ലസ് ന്യൂക്ലിയോസൈഡ് ആണെങ്കിൽ ഗോനോസിൻ, ഇറ്റ് ഈസ് ആൾസോ എ ന്യൂക്ലിയോസൈഡ്. അതിനോടൊപ്പം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടെ ചേരുമ്പോൾ എന്തായി? ന്യൂക്ലിയോടൈഡായി. അപ്പോൾ ഇവിടെ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന മോളിക്യൂൾ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് ആണ്. ഇപ്പോൾ സാധാരണ ന്യൂക്ലിയോടൈഡിൽ ഒരു ഫോസ്ഫേറ്റ് ആണ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ 2 ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൂടി ചേരുന്നെങ്കിൽ അത് ഡൈഫോസ്ഫേറ്റായി, ന്യൂക്ലിയോസൈഡ് ഡൈഫോസ്ഫേറ്റായി. ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൂടെ കൂടി ചേർന്നാൽ അത് ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റായി. അപ്പോൾ ഇവിടെ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് പ്രൊവൈഡ് എനർജി ഫോർ റെപ്ലിക്കേഷൻ. ഇപ്പോൾ DNA-യുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ DNA ഉണ്ടാകേണ്ടതും ഇതിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മോളിക്യൂൾസ് സെർവ് ഡ്യുവൽ പർപ്പസസ്. ഇറ്റ് ആക്ട് ആസ് സബ്സ്ട്രേറ്റ്സ് ആൻഡ് ആൾസോ പ്രൊവൈഡ് എനർജി ഫോർ പോളിമറൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ മോളിക്യൂള് സബ്സ്ട്രേറ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് എനർജി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഫോം ചെയ്യണമെങ്കിൽ ഹൈ എനർജി റിക്വയർമെൻറ്റ് നീഡഡ്. സോ അതുപോലെ തന്നെ ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അതുപോലെ എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഫോസ്ഫേറ്റ് ബോണ്ടിങ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് പ്രൊവൈഡ് എനർജി ഫോർ റെപ്ലിക്കേഷൻ ആൻഡ് ആൾസോ ഇറ്റ് ആക്ട് ആസ് എ സബ്സ്ട്രേറ്റ്. ഇനി എന്താണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ DNA മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതൊരു ഡബിൾ സ്ട്രാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചറാണ്. ചുറ്റി വച്ചിരിക്കുന്ന, വൈൻഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു മോളിക്യൂളാണ്. അപ്പോൾ ഈ മോളിക്യൂളിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇതിനെ അൺവൈൻഡ് ചെയ്യണം. അപ്പോൾ ഒരു ലെങ്തി മോളിക്യൂൾ ആയതുകൊണ്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അൺവൈൻഡ് ചെയ്തതിന് ശേഷം റെപ്ലിക്കേഷൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അൺവൈൻഡ് ചെയ്യുന്നതിന് തന്നെ വളരെ എനർജി ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് DNA റെപ്ലിക്കേഷൻ ഇക്കോളി ബാക്ടീരിയയിലും മറ്റുമൊക്കെ നടക്കുമ്പോൾ കംപ്ലീറ്റ് അൺവൈൻഡ് ചെയ്യില്ല. DNA അവിടെയായിട്ട് ചെറുതായിട്ട് ഓരോ കട്ട് കൊടുത്തുകൊണ്ട് അത് ആ പോർഷൻസ് മാത്രം അത് അൺവൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. For long DNA molecules, the 2 strands of DNA cannot be separated in its entire length due to very high energy requirement. വളരെ എനർജി റിക്വയർമെൻ്റ് ഉള്ളതുകൊണ്ട് 2 സ്ട്രാൻഡ്സും ഒരു എൻറ്റയർ ലെങ്തിൽ അറ്റ് എ ടൈം അൺവൈൻഡ് ചെയ്യില്ല. In such DNAs, replication occur within a small opening of the DNA helix known as replication fork. അപ്പോൾ ഈ DNA അൺവൈൻഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആ സ്മാൾ ഓപ്പണിങ്സിനെ വിളിക്കുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. Replication occur within a small opening of the DNA helix known as replication fork. ഇനി എന്താണ് ലീഡിംഗ് സ്ട്രാൻഡ് ലാഗിംഗ് സ്ട്രാൻഡ് എന്ന് നോക്കാം നമുക്ക്.
അപ്പോൾ ഇതൊരു DNA സ്ട്രാൻഡിൻ്റെ സിംബലൈസ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ്. DNA സ്ട്രാൻഡിന് പൊളാരിറ്റി നമുക്കറിയാം. ഒരു സ്ട്രാൻഡ് 3-5- ഓറിയൻറ്റേഷനിലാണെങ്കിൽ അടുത്ത സ്ട്രാൻഡ് 5-3- ഓറിയൻറ്റേഷനിലായിരിക്കും. അപ്പോൾ ഈ സ്ട്രാൻഡ് രണ്ടും സെപ്പറേറ്റ് ആകുന്നു. DNA റെപ്ലിക്കേഷൻ തുടങ്ങാൻ വേണ്ടി സെപ്പറേറ്റ് ആകുന്നു. സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ റെപ്ലിക്കേഷൻ നടത്തേണ്ട എൻസൈം എന്ന് പറയുന്നത് DNA പോളിമറൈസ് എൻസൈമാണ്. അപ്പോൾ DNA പോളിമറൈസ് എൻസൈമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ഓൺലി ഇൻ 5-3- ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ മാത്രമേ അതിന് കെമിക്കൽ റിയാക്ഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. In 5-3- direction, that is the template with the polarity 3-5-, the replication is continuous and is known as leading strand. അപ്പോൾ ഈ സ്ട്രാൻഡിൻ്റെ പ്രത്യേകത നോക്കൂ. ഈ സ്ട്രാൻഡിൽ DNA റെപ്ലിക്കേഷൻ ഒരു ബ്രേക്കും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകുന്നു. സോ ദിസ് സ്ട്രാൻഡ് ഈസ് നോൺ ആസ് ലീഡിംഗ് സ്ട്രാൻഡ്. ഇവിടെ ഈ രണ്ട് സ്ട്രാൻഡും ടെംപ്ലേറ്റ് DNA ആയിട്ട്, ടെംപ്ലേറ്റ് DNA എന്ന് പറഞ്ഞാൽ ബേസ്, റെപ്ലിക്കേഷൻ്റെ ബേസ് ആയിട്ട് രണ്ട് സ്ട്രാൻഡും ആക്ട് ചെയ്യുന്നുണ്ട്, പാരൻ്റൽ സ്ട്രാൻഡ്സ്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ഒരു സ്ട്രാൻഡിൽ DNA റെപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അപ്പോൾ ആ സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 3-5- ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ്. ആ സ്ട്രാൻഡിൽ DNA പോളിമറൈസേഷൻ നടക്കുന്ന ഡയറക്ഷൻ 5-3-. ആ സ്ട്രാൻഡ് കണ്ടിന്യൂസ് ആണ്. ആ സ്ട്രാൻഡിനെ എന്ത് പേരിൽ വിളിക്കാം? ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കാം. ഇനി തൊട്ടിപ്പുറത്തെ സ്ട്രാൻഡ് നോക്കാം. ഈ സ്ട്രാൻഡിനെ സംബന്ധിച്ച് എന്താ? അവിടെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അത്? കാരണം DNAയുടെ ഇത്രയും പോർഷൻ മാത്രം ആദ്യം അൺവൈൻഡ് ചെയ്യുന്നു. അൺവൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും ഈ ഡയറക്ഷനിൽ, നേരത്തെ പറഞ്ഞു DNA പോളിമറൈസ് എൻസൈം ആക്ട്സ് ഓൺലി ഇൻ 5-3- ഡയറക്ഷൻ. ഇപ്പോൾ 5-3- ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത്രയും അൺവൈൻഡ് ചെയ്തു, ഇത്രയും ഭാഗത്ത് പുതിയ DNA മോളിക്യൂൾ ഉണ്ടായി. വീണ്ടും അടുത്ത് ഇത്രയും അൺവൈൻഡ് ചെയ്തു, ഇവിടെ പുതിയ DNA മോളിക്യൂൾ ഉണ്ടായി. ഇത്രയും അൺവൈൻഡ് ചെയ്തു, ഇവിടെ പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ സ്ട്രാൻഡ് ബ്രേക്ക് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് ഇതിനെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് എന്ന് വിളിക്കുന്നു. ഈ സ്ട്രാൻഡിനെ ലാഗിങ് സ്ട്രാൻഡ് എന്നും വിളിക്കുന്നു. ഈ സ്ട്രാൻഡിലെ ഓരോരോ പീസായിട്ടാണ് DNA ഉണ്ടാകുന്നതായതുകൊണ്ട്, ഈ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് ഈ ഫ്രാഗ്മെൻറ്റ്സിനെ മറ്റൊരു പേരിൽ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ കാൾഡ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഈ DNA ഫ്രാഗ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ DNAയുടെ റെപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ ഒരു പിക്ചറാണിത്. റെപ്ലിക്കേഷൻ ഫോർക്കിൽ ഇത് രണ്ട് ടെംപ്ലേറ്റ് DNA സ്ട്രാൻഡ് ഉണ്ട്, പാരൻ്റൽ സ്ട്രാൻഡ് ഉണ്ട്. ഒരു സ്ട്രാൻഡിൻ്റെ ഓറിയൻറ്റേഷൻ 3-5- ആണ്. അടുത്ത സ്ട്രാൻഡിൻ്റെ ഓറിയൻറ്റേഷൻ 5-3- ആണ്. 3-5- ഓറിയൻറ്റേഷനുള്ള സ്ട്രാൻഡിലെ DNA സിന്തസിസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എൻസൈമിന് ആ രീതിയിൽ മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ, DNA പോളിമറൈസ് എൻസൈമിന്. എന്നാൽ മറ്റേ സ്ട്രാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് DNA ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. ആ ഫ്രാഗ്മെൻറ്റ്സിനെ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. ഈ സ്ട്രാൻഡിനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് സിന്തസിസ് നടത്തുന്ന സ്ട്രാൻഡിനെ ലാഗിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നു. കണ്ടിന്യൂസ് സിന്തസിസ് നടത്തുന്ന സ്ട്രാൻഡിനെ ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നു. ഇനി ഈ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ പരസ്പരം ഒട്ടിച്ചു വയ്ക്കുന്ന എൻസൈമാണ് DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈം. ഈ പിക്ചറിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം, DNA ലിഗേസ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ പരസ്പരം ജോയിൻ ചെയ്യിക്കുന്ന ഗമ്മാണ്. ബയോളജിക്കൽ ഗം എന്ന് പറയുന്ന എൻസൈമാണ് DNA ലിഗേസ്. The discontinuously synthesized Okazaki fragments are later joined by the enzyme called DNA ligase. അപ്പോൾ DNA റെപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ടേം കൂടെ മനസ്സിലാക്കാം, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? ദ ഡെഫിനിറ്റ് റീജിയൻസ് ഇൻ വിച്ച് റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ്സ് ആർ നോൺ ആസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന റീജിയൻസ്, നേരത്തെ പറഞ്ഞു റെപ്ലിക്കേഷൻ ഫോർക്ക്. റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത് ആ ഒരു റീജിയൻ, DNA സിന്തസിസ് നടത്താൻ വേണ്ടി കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന റീജിയനെയാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കുന്നത്. ആ റീജിയൻസിൽ റെപ്ലിക്കേഷൻ നടക്കുന്നതുകൊണ്ട് ആ റീജിയനെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നു. ദ ഡെഫിനിറ്റ് റീജിയൻസ് ഇൻ വിച്ച് റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ്സ് ആർ നോൺ ആസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ.
ഇവിടെ മറ്റൊരു എൻസൈമിൻ്റെ പേര് കൂടെ ഇവിടെ കാണുന്നുണ്ട്. ഹെലിക്കേസ് അല്ലെങ്കിൽ അൺവൈൻഡേസ് എന്ന് പറയുന്ന എൻസൈം DNA-യുടെ 2 സ്ട്രാൻഡുകളെയും അൺവൈൻഡ് ചെയ്യാൻ, ചുറ്റ് നിവർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്. അപ്പോൾ ധാരാളം എൻസൈംസ് DNA റെപ്ലിക്കേഷന് സഹായിക്കുന്ന മറ്റ് എൻസൈംസ് ഉണ്ട്. കൂടുതൽ എൻസൈംസിൻ്റെ പേരുകളൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. റീകോമ്പിനൻ്റ് DNA പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങൾ ബയോടെക്നോളജിയിൽ പഠിക്കുമ്പോൾ ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. ഒരു DNA-യുടെ ഒരു ഫ്രാഗ്മെൻറ്റിന് കൂടുതൽ പീസസ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വെക്റ്റേഴ്സ് ഉപയോഗിക്കും. ബാക്ടീരിയൽ സെല്ലിലും മറ്റുമൊക്കെ DNA ഫ്രാഗ്മെൻറ്റ്സിനെ കടത്തിവിട്ട് പുതിയ ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് വെക്റ്റേഴ്സായിട്ട് ബാക്ടീരിയയെ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയാണ്. കൂടുതൽ കാര്യങ്ങൾ ബയോടെക്നോളജിയിൽ പഠിക്കും. DNA റെപ്ലിക്കേഷനെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സും നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. DNA ഒരു ഡബിൾ സ്ട്രാൻഡഡ് ഹെലിക്കൽ മോളിക്യൂളാണ്. DNA-യുടെ ഓരോ സ്ട്രാൻഡിനും ഒരു 5' എൻഡും ഒരു 3' എൻഡും ഉണ്ട്. 2 സ്ട്രാൻഡും ആൻറ്റി പാരലലാണ്. DNA റെപ്ലിക്കേഷൻ്റെ ആദ്യപടിയായി 2 സ്ട്രാൻഡും അൺവൈൻഡ് ചെയ്യുന്നു. ഇതിനെ സഹായിക്കുന്ന എൻസൈമാണ് ഹെലിക്കേസ്. DNA അൺവൈൻഡ് ചെയ്യപ്പെടുമ്പോൾ റെപ്ലിക്കേഷൻ ഫോർക്ക് ഡെവലപ്പ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്യുന്ന ഓരോ സ്ട്രാൻഡും പുതിയ DNA നിർമ്മിക്കാനുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡായി ആക്ട് ചെയ്യപ്പെടുന്നു. തുടർന്ന് പ്രൈമേസ് എന്ന എൻസൈം DNA സ്ട്രാൻഡിൽ അറ്റാച്ച് ചെയ്യുകയും റെപ്ലിക്കേഷൻ തുടങ്ങാൻ ആവശ്യമായ RNA പ്രൈമർ ആഡ് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് DNA പോളിമറേസ് എൻസൈം RNA പ്രൈമറുമായി ബൈൻഡ് ചെയ്യുന്നു. DNA പോളിമറേസ് എൻസൈം 5' എൻഡിൽ നിന്നും 3' എൻഡിലേക്ക് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യുന്നു. 3'5' ഓറിയന്റേഷനിലുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ DNA സിന്തസിസ് കണ്ടിന്യൂസ് ആയി നടക്കുന്നു. ഈ സ്ട്രാൻഡിനെ ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നു. DNA സിന്തസിസ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന സ്ട്രാൻഡാണ് ലാഗിംഗ് സ്ട്രാൻഡ്. 5'3' ഓറിയന്റേഷനിലുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ DNA സിന്തസിസ് ഡിസ്കണ്ടിന്യൂസ് ആയി നടക്കുന്നു. ഇങ്ങനെ സിന്തസൈസ് ചെയ്യപ്പെടുന്ന DNA ഫ്രാഗ്മെന്റ്സിനെ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നു. ഓരോ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സും RNA പ്രൈമറിൽ നിന്നാണ് തുടങ്ങുന്നത്. 5'3' ഡയറക്ഷനിൽ DNA പോളിമറേസ് ഇവിടെയും ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യുന്നു. വീണ്ടും പുതിയ RNA പ്രൈമർ ആഡ് ചെയ്യുന്നു. പുതിയ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ഉണ്ടാകുന്നു. ഈ പ്രോസസ് ആവർത്തിക്കുന്നു. തുടർന്ന് എക്സോന്യൂക്ലിയസ് എൻസൈം എല്ലാ RNA പ്രൈമറിനെയും റിമൂവ് ചെയ്യുന്നു. മറ്റൊരു DNA പോളിമറേസ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. അവസാനമായി DNA ലിഗേസ് എൻസൈം ഈ ഫ്രാഗ്മെന്റ്സിനെയെല്ലാം കൂട്ടിച്ചേർത്ത് കണ്ടിന്യൂസ് ഡബിൾ സ്ട്രാൻഡഡ് DNA ആയി മാറ്റുന്നു. DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ്. പുതുതായി ഉണ്ടാകുന്ന DNA-യിൽ ഒരു സ്ട്രാൻഡ് പഴയതും ഒരു സ്ട്രാൻഡ് പുതിയതും ആയിരിക്കും. For video lessons, please subscribe TLP's biology classes. Thank you.